നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എങ്ങും ഈ റിസൾട്ട് വന്നതിന്റെ ആഘോഷവും സന്തോഷവും ലഡ്ഡു വിതരണവും ഒക്കെയാണ്. അതിനിടയിൽ കൂടിയാണ് ബോംബ് പൊട്ടിച്ചതുപോലെ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ റിസൾട്ട് കൂടി കേരളക്കാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തത്. റിസൾട്ട് വലിച്ചു കയറി അടുപ്പിൽ വെക്കാനുള്ള ദേഷ്യം ഏതായാലും നമ്മുടെ മേയറമ്മയ്ക്ക് ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശശികുമാറാണ് ഇക്കാര്യം പുറത്തേക്ക് കൊണ്ടുവന്നത്. മലയാളത്തിന് വെറും 7 മാർക്കും കണക്കിന് വട്ടപൂജ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആ വെളിപ്പെടുത്തൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയൊക്കെ തന്നെ ആയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഇതിനെതിരെ ഇതുവരെ മേയർ ആര്യ രാജേന്ദ്രൻ ഏതായാലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും വരട്ടെ, അവരുടെ പ്രതികരണം എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കുമെന്ന്. എന്തായാലും ഈ ഒരു പ്രതികരണം, അതായത് ശശികുമാർ നടത്തിയ ഈ ഒരു പ്രതികരണത്തിന് ഏറ്റുപിടിച്ചിരിക്കുകയാണ് ജനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിന്റെ താഴത്തെ കമന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ചില കമന്റുകളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. നഗരമാതാവ് സംഭൂജി ആണ് എന്ന് അറിഞ്ഞതിൽ സന്തോഷമുള്ളവർ ഇവിടെ കമോൺ എന്ന് പറയുന്നുണ്ട്. RS ശശികുമാറിന് അഭിവാദ്യങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടി പൊരുതി ലോകായുക്തയിൽ പിണറായി അധികാര ദുർവിനിയോഗത്തിലൂടെ പരാജയപ്പെടുത്തി. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് താങ്കൾ തന്നെയാണെന്ന് പറയുകയാണ് ചിലർ. A റഹീമിന്റെ മാർക്ക് ലിസ്റ്റ് കൂടി പുറത്തുവിടണമെന്ന ആവശ്യവും ഉയരുകയാണ്. ആര്യ ഇനി മേയറായി വേണ്ട, യദുവിനെ KSRTCയിൽ സ്ഥിര നിയമനം നടത്തണം എന്നും പറയുന്നുണ്ട്. മാർക്ക് വേണ്ടുവോളം ഇല്ല എങ്കിൽ തന്നെയും അഹങ്കാരം ആവശ്യം പോലെ ഉണ്ടല്ലോ, സന്തോഷം എന്ന് പറയുന്നുണ്ട്. ധീരനായ പോരാളി, അഭിനന്ദനങ്ങൾ, ചങ്കൂറ്റത്തോടെ തുറന്നു പറഞ്ഞതിന്. തിരുവനന്തപുരത്തുകാരുടെ അധോഗതി അല്ലാതെ എന്തു പറയാൻ എന്ന് പറയുന്നവരുമുണ്ട്. താമസിക്കാതെ വെറും ആര്യ രാജേന്ദ്രൻ ഡോക്ടർ ആര്യ രാജേന്ദ്രനായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു കമന്റ് ഇത് കളിയാക്കിക്കൊണ്ടാണോ അല്ലയോ എന്നറിയില്ല, ഈ വീഡിയോയുടെ താഴെ വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊന്നും ഞങ്ങളുടെ മേയറിനെ താഴെ ഇറക്കാമെന്ന് ആരും കരുതണ്ട, ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള വിദ്യയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഇലക്ഷൻ വരുമ്പോൾ ഓരോരുത്തർക്കായി ഓരോ കിറ്റ് അങ്ങ് തരും, അന്ന് ഈ പറയുന്നവരൊക്കെ തന്നെ പഞ്ചപുച്ഛം അടക്കി ഞങ്ങൾക്ക് തന്നെ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തോളും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു ചിന്താഗതി തന്നെയാണ് പലരുടെയും ഈ ഒരു അഹങ്കാരത്തിന് കാരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മേയർ ആര്യ രാജേന്ദ്രന് പെട്ടെന്നാണ് ഒരു സ്ഥാനക്കയറ്റവും ഒരു മീഡിയ അറ്റൻഷനും ഒക്കെ തന്നെ ഒരു പൊട്ടൻഷനും ഒക്കെ തന്നെ കിട്ടി തുടങ്ങിയത്. എന്നാൽ വളരെ പെട്ടെന്ന് പൊടുന്നനെ അതെല്ലാം താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എല്ലായ്പ്പോഴും ആര്യ രാജേന്ദ്രൻ ഓൺ എയർ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ നിന്ന് താഴെ ഇറങ്ങാൻ മേയർക്കും താല്പര്യമില്ല എന്നും ചില നിരീക്ഷകർ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ മാർക്ക് ലിസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനവും കളിയാക്കലും ഒക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് ആറ്റുകാൽ അമ്മയുടെ പൊങ്കാൽ നടക്കാതെ ആ ഒരു തട്ടിപ്പ് നടന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി. കണക്കിന് മേയർ കണക്ക എന്ന് പറയുന്നവർ കുറവല്ല. ഇതൊക്കെ ആറ്റുകാൽ അമ്മയോട് കളിച്ചാലുള്ള അതിനുള്ള മറുപടിയാണെന്ന് പറയുന്നവരും കൂടുതലാണ്. എന്തായാലും വിവാഹശേഷം പഠിത്തത്തിലൊന്നും അത്ര ശ്രദ്ധ പുലർത്താൻ പറ്റാത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം കുഞ്ഞൊക്കെ ഉണ്ട്, ഒരു 8 മാസം പ്രായമുള്ള കുഞ്ഞൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പഠിത്തവും നഗരഭരണവും അതുപോലെ തന്നെ ഈ കേസും ഒക്കെ തന്നെ വരുമ്പോൾ എങ്ങനെയാണ് പഠിക്കാൻ കഴിയുക എന്ന ന്യായീകരണവും നിരത്തുന്നുണ്ട് ചിലർ. എന്തായാലും ഈ മേയറിന്റെ മാർക്ക് ലിസ്റ്റിൽ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുകയാണ് ജനങ്ങളെല്ലാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും മേയറിന്റെ ഒരു വിശദീകരണമോ ഒരു ന്യായീകരണമോ ഇതിനെപ്പോഴെങ്കിലും ഉണ്ടാകുമോ എന്ന് നോക്കാം.